ഇവിടെ ഒരു റാണി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ആരാ ഏറ്റവും സുന്ദരി എന്ന് ചോദിക്കാണ്. ഉടനെ കണ്ണാടിയുടെ ഉള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തു വന്നിട്ട് ഈ റാണീനെ നോക്കിയിട്ട് നിങ്ങളാണ് ഈ രാജ്യത്തിൽ ഏറ്റവും സുന്ദരി എന്ന് പറയും. അതുകൊണ്ട് ഈ റാണി ആ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നും പാലിലാണ് കുളിക്കുന്നത്. എന്നിട്ട് ആ പാൽ ആ രാജ്യത്തിലുള്ളവർക്ക് കൊടുക്കാണ്. ഈ നാട്ടിലുള്ളവരും ഇത് റാണി കുളിക്കാൻ യൂസ് ചെയ്ത പാലാണെന്ന് അറിയാണ്ടാണ് അതെടുത്ത് കുടിക്കണത്. അതേപോലെ ഈ റാണിക്ക് നിറയെ ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാം. അത് യൂസ് ചെയ്തിട്ട് ഈ നാട്ടിലെ സുന്ദരി പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ട് അവരുടെ ഭംഗി ഊറ്റിയെടുക്കാണ്. അതേപോലെ ഒരു ദിവസം ഈ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് ആരാണ് ഏറ്റവും സുന്ദരി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെക്കാളും ഭംഗിയുള്ള ഒരു പെണ്ണുണ്ട്, അവളാണ് ഈ രാജ്യത്തിന്റെ രാജകുമാരി, അവളുടെ സൗന്ദര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യസൗന്ദര്യം കിട്ടുമെന്ന് ഈ കണ്ണാടി പറയാണ്. ഈ രാജകുമാരി ആണെങ്കിൽ ഇവിടുത്തെ ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ രാജാവ് ഇവളുടെ ഭംഗിയിൽ മയങ്ങിയിട്ട് ഇവളെ ഭാര്യയാക്കാൻ കൂട്ടിയിട്ട് വരും. പക്ഷെ ഇവളൊരു ബ്ലാക്ക് മാജിക് ചെയ്യണവളാണെന്ന് അയാൾക്ക് അപ്പം അറിയില്ലായിരിക്കും. ഇവള് വന്നിട്ട് ഈ രാജാവിനെ കൊന്നിട്ട് അവിടുത്തെ റാണിയായി മാറി ആ രാജാവിന്റെ മോളെ ജയിലിൽ അടച്ചു വെക്കാണ്. ഈ രാജകുമാരി എന്നിട്ട് എങ്ങനെയൊക്കെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാണ്. ക്ലൈമാക്സിൽ ഈ രാജകുമാരി ആ ദുഷ്ടറാണീനെ കൊന്നിട്ട് അവള് റാണിയായിട്ട് മാറാണ്.